നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ വിഷുവാണ്. ഇന്ന് നമുക്കപ്പോൾ നല്ലൊരു സ്കിൻ കെയർ ചെയ്യണം. 15 ദിവസത്തെ ചാലഞ്ചിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനിയും മുന്നോട്ടും നിങ്ങൾ അതുപോലെ എങ്ങനെയാണോ ഇത്ര ദിവസം നോക്കി അതുപോലെ ഇനിയും മുന്നോട്ട് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഫേഷ്യൽ ചെയ്യാനാണ്. നമ്മൾ ഈ 15 ദിവസവും നമ്മൾ സ്കിൻ കെയർ ചെയ്തതിൽ ഫേഷ്യലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഡേയ്സാണ്, നാളെയാണ് വിഷു. അപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യണത്. സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാൻ, നല്ലൊരു ഗ്ലോ കിട്ടാൻ നല്ലപോലെ സഹായിക്കണം. നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് ആദ്യം നല്ലപോലെ മുഖം ഒന്ന് കഴുകി നല്ലൊരു ക്ലെൻസിങ്, അത് നമുക്ക് പാല് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫേസ് വാഷോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഉപയോഗിച്ച് മുഖം കഴുകാറ് അത് വെച്ച് മുഖം കഴുകുക. അപ്പോൾ ഞാൻ നല്ലപോലെ മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്ക്രബ് കൊടുക്കാം. ഇനി ക്ലെൻസിങ്ങിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്യണമെന്ന് വെച്ചാൽ വെറും നമ്മുടെ പാലുണ്ടല്ലോ, പാൽ ഒരു കോട്ടണിൽ മുക്കി ഒന്ന് മുഖത്തൊക്കെ ആക്കി ഒരു മസാജ് കൊടുത്ത് കഴുകിയെടുക്കുക. പിന്നെ സ്ക്രബിന് ആവശ്യം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. ഇതധികം തരി വലിപ്പമില്ലാത്ത പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിന് അത്ര വലിയ ദോഷമൊന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചസാര എടുക്കുമ്പോൾ കണ്ടു, കൂടുതൽ വലിപ്പമുള്ളത് എടുക്കരുത്. ഇനി ഇതിലേക്ക് സ്ക്രബിന് ആവശ്യം ഞാനിവിടെ എടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല വെളുപ്പ് തരാൻ, ഗ്ലോ തരാൻ സഹായിക്കും. അപ്പോൾ പഞ്ചസാരയുടെ കൂടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. കോഫി ഉണ്ടാക്കി കുടിക്കാനൊന്നുമല്ല, നല്ല നമ്മുടെ സ്കിന്ന് നല്ല വെളുക്കാനും നമ്മുടെ സ്ക്രബ് ചെയ്യുമ്പോൾ എണ്ണ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഓപ്പൺ പോർട്സൊക്കെ ഒന്ന് ഇതാക്കാനും ഒക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ പഞ്ചസാരയും ഇത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച്, ഞാൻ ഇവിടെ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഏതാണോ കയ്യിലുള്ളത് അത് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഓയിൽ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൽ പാലോ തൈരോ എന്താ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലാണ് എടുക്കുന്നത്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഞാനിതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ടേ. ഒരു തരി പോലെ ഇരിക്കും, നമ്മുടെ മേത്തൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇതങ്ങനെയാണല്ലോ, പഞ്ചസാരയും ഓയിലും ആയതുകൊണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സ്കിന്നിലേക്ക് നല്ലൊരു സ്ക്രബ് കൊടുക്കാം. കണ്ണ് ഒരു റെഡ് കളർ വന്നിക്കുക, കണ്ണൊന്ന് ചൊറിഞ്ഞു. കണ്ണിനൊരു എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ചൊറിച്ചിൽ. ഇപ്പോൾ കണ്ണൊന്ന് തിരുമ്മും, നമ്മൾ കണ്ണ് തിരുമ്മുമല്ലോ, അങ്ങനെ തിരുമ്മിയൊക്കെ കണ്ണ് മുഴുവനും റെഡ് കളറായി. കണ്ണിന് അടിയിൽ ചെയ്യണ്ട, കാരണം നമ്മളിതിൽ പഞ്ചസാരയൊക്കെയാണല്ലോ ഇട്ടിക്കണം. സ്ക്രബ് ആയതുകൊണ്ട് തന്നെ കണ്ണിനടിയിലേക്ക് പോകണ്ട. നെറ്റിയിലൊക്കെ നല്ലപോലെ ചെയ്യുക. അപ്പോൾ മുഖത്തൊക്കെ ഒരുവിധം ചെയ്തു. അപ്പം ഇനി ഞാനിതാ കഴുത്തത്തെ മാലയൊക്കെ ഊരി വെച്ചു. കഴുത്തിലിങ്ങനെ നല്ല ഒരു കറുപ്പ് കളർ പോലെയായി. അപ്പോൾ നമുക്ക് കഴുത്തിലും കൂടി ഒരു സ്ക്രബ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും
ഒരു സ്ക്രബ് കൊടുത്തു. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു മസാജ് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് കഴുകട്ടെ കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു. ഒലിവ് ഓയിൽ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഓയിലായിട്ടൊന്നും തോന്നില്ല. ഇനി ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് അതിലേക്ക് തക്കാളി ജ്യൂസ് ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തേച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ മുഖത്തേക്ക്. ഇനി ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്ത പോലെ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുക. ഇനി നോർമൽ സ്കിന്നുകാരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് തക്കാളി ജ്യൂസ് ഒഴിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെറുതെ മുഖം കഴുകിയിട്ട് വരിക ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു മസാജാണ്. മസാജിന് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് ഞാനിവിടെ ഉണ്ടാക്കി വെക്കണതാണ്. ആ ഫ്ലാക്സീഡ് ജെല്ല് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ല് മസാജിങ്ങിന് ഏറ്റവും നല്ലതാണ്. ഫ്ലാക്സീഡ് ജെല്ലുള്ളവർ ഫ്ലാക്സീഡ് ജെല്ല് തന്നെ എടുക്കുക, അല്ലാത്തവർക്ക് അലോവേര ജെല്ല് എടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണ് വെച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 2 ഡ്രോപ്പ് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ഡ്രോപ്സ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ല് ആണെച്ചാലും നമുക്ക് ഇതുപോലെ ഒരു 2 തുള്ളി ഗ്ലിസറിൻ ഒഴിച്ച് കൊടുത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഇത് നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്ക് നല്ലപോലെ സഹായിക്കും, സ്കിൻ ടൈറ്റനിങ്ങിന് സഹായിക്കും. ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ മുടിക്കുമായി നമ്മുടെ മുഖത്തേക്കും സ്കിന്നിലേക്ക് ഏറ്റവും നല്ലതാണ്. നല്ലൊരു മസാജ് കൊടുക്കുക. നമുക്കൊരു 5 മിനിറ്റിൻ്റെ മസാജൊക്കെ കൊടുക്കാം. ഇത് കണ്ണിനടിയിലൊക്കെ തേച്ചോളൂ കേട്ടോ. നല്ല വലിച്ചൊരു മസാജ് കൊടുക്കുക. അതുപോലെ കണ്ണിന് ചുറ്റും നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കുക. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒരു മസാജ് കൊടുക്കുക. അതുമാതിരി പുരികൊക്കൊന്ന് മേപ്പെട്ടക്കായി മുകളിലേക്കായിട്ട് മസാജ് കൊടുക്കുക. നെറ്റി എല്ലാവിടെയും മസാജ് കൊടുക്കുമ്പോൾ വലുതായിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ടല്ല, എല്ലാം മുകളിലേക്ക് നമ്മുടെ സ്കിന്നൊന്ന് പ്രായമാകുമ്പോൾ നമ്മൾ തൂങ്ങുക ചെയ്യുക. ആ ഒരു തൂങ്ങലിനെ നമുക്കൊന്ന് ടൈറ്റാക്കി ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാജ് നമ്മൾ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ മസാജിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാക്ക് ഉണ്ടാക്കണം. ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് നമ്മുടെ പാക്ക് ഇടാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് പാക്കൊക്കെ റെഡി ആകുമ്പോഴേക്കും ഇത് ഉണങ്ങിക്കോളും. അപ്പോൾ നമുക്ക് പാക്കിന് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാക്കിന് ആവശ്യം ഒരു കോഴിമുട്ടയാണ്. അതിൻ്റെ മുട്ടയുടെ വെള്ള നമുക്ക് എടുത്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ഞാനിപ്പോൾ എടുത്തു. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് സ്കിന്നിലേക്ക് പറ്റും. നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞൾപ്പൊടിയുള്ള വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരുമെങ്കിൽ മാത്രം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യം റാഗി പൗഡറാണ്. റാഗി പൗഡർ നമുക്കിതിലേക്ക് 1 സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണോളം റാഗി പൗഡർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യം കടലമാവാണ്. കടലമാവും നമുക്കിതുപോലെ 1 സ്പൂൺ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടലമാവും റാഗി പൗഡറും മഞ്ഞൾപ്പൊടി നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാനും
അതുപോലെ തന്നെ മുഖം നല്ലപോലെ വെളുക്കാനും ഇത് നല്ലപോലെ സഹായിക്കും. മുട്ടയുടെ വെള്ളയുടെ മണം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, ഒരു മണമില്ല, നല്ല അടിപൊളിയാണ് ഇട്ടത്. ഇനി ഇതിലേക്ക് ഒരു സാധനവും കൂടി ഇടാണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പാക്ക് റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നല്ല അടിപൊളി റിസൾട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂണ് ഉണ്ട്, 1/4 സ്പൂൺ എടുത്തിട്ടുള്ളൂ. 1/4 സ്പൂൺ നിറച്ചെടുക്കുക. കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ വെള്ളയുടെ മണം ഒട്ടുമില്ല. കോഫി പൗഡർ ഞാൻ ഇടുന്നത്, കോഫി പൗഡർ എൻ്റെ സ്കിന്നിക്ക് എനിക്ക് നല്ലപോലെ ഒരു ഗ്ലോ, നല്ല വെളുപ്പ് തരാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികവും ഇപ്പോൾ കോഫി പൗഡർ ഇട്ടിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കണം. നല്ല അടിപൊളി റിസൾട്ടാണ് കോഫി പൗഡർ നമുക്ക് തരുന്നത്. കോഫി പൗഡർ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാണെന്ന് കഴുകി കളയാം. ജെല്ല് ഞാൻ കഴുകി കളയാറില്ല, അങ്ങനെ തന്നെ ഇടുക ചെയ്യാറ്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കഴുത്തിലും മുഖത്തും പാക്ക് ഇട്ട് കൊടുത്തു. നമുക്കതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം, അതിന് ശേഷം നോക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് കഴുകി കൊടുക്കാം. കഴുകി എടുത്തിട്ട് വന്നു, നല്ലപോലെ വെളുത്തുണ്ട്, നല്ല കളറാണ് വന്നിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് കണ്ടപ്പോഴും ഇപ്പോഴത്തേയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബൊക്കെ ചെയ്ത് ഓപ്പൺ പോഴ്സൊക്കെ നല്ലപോലെ ഓപ്പണായി ഇരിക്കുകയായിരിക്കും. നമ്മളപ്പോൾ തുണി വെച്ചു നമ്മുടെ മുഖം ഒന്ന് ഒപ്പിക്കൊടുക്കുക. കഴുത്തൊക്കി നല്ല വ്യത്യാസം വന്നു, നല്ല വ്യത്യാസം വന്നിട്ട് കഴുത്തിനൊക്കെ കിട്ടോ. അതുപോലെ മുഖത്തിനും നല്ല വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ ഓപ്പൺ പോൾസ് എല്ലാം ഓപ്പണായി കിടക്കുകയായിരിക്കും. ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എൻ്റെ ടോണർ. ഞാൻ ഇത് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ടോണർ ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ഉണ്ടാവുമല്ലോ, ഐസ് എടുത്തിട്ട് ഒന്നൊരു മസാജ് കൊടുക്കണം കേട്ടോ. ടോണർ മുഖത്ത് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. കഴുത്തിലും നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ടുണ്ട്. എത്ര ഇരുണ്ട മുഖം കാണിച്ചാലും എത്ര ടാൻ അടിച്ച മുഖം കാണിച്ചാലും ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന ഫേഷ്യൽ നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി. സ്കിന്ന് നല്ല മാറ്റമായിരിക്കും. ടാനൊക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നതോടുകൂടി മാറും. ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. പാക്ക് ഇട്ടിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇരിക്കണം. നമ്മുടെ സ്ക്രബാണെന്ന് വെച്ചാൽ ഒരു 2-3 മിനിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് മസാജ് ഒരു 5 മിനിറ്റ് ചെയ്യണത് നല്ലതാണ്. ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമുക്ക് നല്ല പെട്ടെന്നൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയ പോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വിഷുവിന് നല്ലപോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു ഫേഷ്യൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഈ ഫേഷ്യൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അവർക്കൊക്കെ ഉപകാരമാവട്ടെ. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടിയ നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.